ഞങ്ങൾ അമ്മായിൻ്റെ മക്കളെ കല്യാണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. മോൻ്റെതും മോളതും 2 കല്യാണം ഉണ്ടായിരുന്നു. മോൻ്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞു. ഇത് മോളെ കല്യാണത്തിൻ്റെ രാവിലത്തെ വിശേഷങ്ങളാണ്. രാവിലെ 9:30-യും 10:30-യുടെയും ഇടയിലായിരുന്നു മുഹൂർത്തം. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇവിടെ മണ്ഡപം അലങ്കരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ രഞ്ജിത്തേട്ടനും അമ്മയും ഷീത്തേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇവിടെ അടുത്തുള്ള നല്ലൂർ അമ്പലത്തിലെ തിരുമേനി തന്നെയാണ് മോളുടെ കല്യാണത്തിനും അങ്ങനെ മാലയും ബൊക്കെയൊക്കെ കൊണ്ടിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂജ ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ പൂജയ്ക്കുള്ള പൂക്കളൊക്കെ ഇവിടെ അമ്മ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പീലിക്കുട്ടീനെയും അച്ചുട്ടനെയും ആണെങ്കിൽ അരുന്നന്തന്മാരുടെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്ര വരെ പോകുന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത കൊല്ലത്തെ ഓണത്തിനുള്ള വടംവലിൻ്റെ പ്രാക്ടീസിലാണ് അച്ചുട്ടെ. പുറത്ത് എന്തോ കണ്ടുവെച്ചിട്ടുണ്ട്, കിട്ടാൻ വേണ്ടി വെച്ചിനെ പിടിച്ച് വലിക്കുകയാണ്. ഇങ്ങനെ കല്യാണത്തിരക്ക് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുമ്പോൾ അപ്പുറത്ത് ചേട്ടന്മാർ നാദസ്വരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചെറുക്കനും കൂട്ടിട്ട് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഡ്രസ് കോഡിലൊക്കെയാണ് ഇറങ്ങിയത്. ഇതേ കളർ ഡ്രസ്സ് തന്നെയാണ് രഞ്ജിത്തേട്ടനും ഇട്ടത്. അങ്ങനെ രഞ്ജിത്തേട്ടനെ കണ്ടിട്ട് ചെറുക്കൻ്റെ കൂട്ടുള്ള ആൾക്കാരാന്ന് കരുതിയിട്ട് ഫസ്റ്റ് ട്രിപ്പിൽ ഇരിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മായി ഏട്ടൻ്റെ കാലൊക്കെ കഴിച്ചിട്ട് ചെയറിലേക്ക് ഇരുത്തുന്നുണ്ട്. ചേച്ചിൻ്റെ കല്യാണത്തിന് ഏട്ടൻ്റെ കാലിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കാലിൽ മൊത്തം ചളിയായിട്ട് മണ്ഡപത്തിൽ കയറുമ്പോൾ സ്വീപ്പായ കഥ ഏട്ടൻ എപ്പോഴും പറയണം. ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ വെറ്റില കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ. ഫസ്റ്റ് വെറ്റില കൊടുത്തതാണ് അച്ഛൻ, പിന്നെ അമ്മ കൊടുത്തു, പിന്നെ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ കല്യാണമാണ് ഇന്നലെ കഴിഞ്ഞത്. പിന്നെ ഇതാണ് കേട്ടോ എടുത്തമ്മ. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരാൾ വെറ്റിൽ കൊടുത്ത് കാല് പിടിക്കണമെന്ന്. പിന്നെ വെറ്റിൽ കൊടുക്കുന്നത് ഞങ്ങൾ അച്ഛനും അമ്മയാണ് കേട്ടോ. അതായത് പെണ്ണിൻ്റെ മാമനും അമ്മായിയും ആണ്. പിന്നെ കുറേ ആളുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഒന്നും ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വെറ്റിൽ കൊടുക്കലും കാല് പിടിക്കലും കഴിഞ്ഞിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയാണ് കല്യാണം. അപ്പോഴേക്കും അവിടെ ആളുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ.
കല്യാണം ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡാണല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പന്തലിലേക്ക് പോയേ. സദ്യയായിരുന്നു. അങ്ങനെ ചെക്കനും പെണ്ണിനും കൂടെ ഓരോ ഇല കൊടുത്തു. പിന്നെ അങ്ങനെയാണല്ലോ. ചെക്കൻ്റെ പെണ്ണിന്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയില്ല, എന്തായാലും കൂടെ വന്ന ഫ്രണ്ട്സ് ഒന്നും അപ്പം ഇല്ലേനി കേട്ടോ. അതിനെ കൊണ്ട് തന്നെ സമാധാനമായിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ കൊടുത്ത് അവർ ഭക്ഷണം കഴിച്ച് പിന്നെ അവരെ ശല്യപ്പെടുത്തേണ്ടത് കരുതി ഞാൻ അങ്ങോട്ട് പോകുന്നു. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും പൂവൊക്കെ ഇട്ടിട്ട് അവരെ യാത്ര അയക്കുകയാണേ. യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ കല്യാണ പെണ്ണിന്റെ മുഖമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സങ്കടമായിട്ടോ. ആരും തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി പോണേന്റെ ഇടയ്ക്കാണ് ആൾക്കൂട്ടത്തിൽ അപ്പൂന്റെ മുഖം കണ്ടത്. അപ്പു എന്ന് പറഞ്ഞാൽ ഏട്ടനാണ് കേട്ടോ. പിന്നെ അവിടെ കെട്ടിപ്പിടിക്കലായി, കരച്ചിലായി, ബഹളായി. പിന്നെ ഏട്ട അവളെയും കൂട്ടിയിട്ട് കാറിന്റെ അടുത്തേക്ക് നടക്കുകയാണേ. എനിക്ക് തോന്നുന്നു ചെക്കനും പെണ്ണും നന്നായിട്ട് തേങ്ങ തിന്നേനെന്നാണ്. കാരണം തേങ്ങ നിൽക്കുകയാണെങ്കിൽ കല്യാണത്തിന് മഴ പെയ്യുന്നതാണല്ലോ പണ്ടുള്ളവർ പറയലേ. കല്യാണത്തിന്റെ അന്ന് പുലർച്ചയ്ക്കൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചിട്ട് എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും കല്യാണത്തിന്റെ അന്ന് രാവിലെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കാത്തിരുന്ന 2 കല്യാണങ്ങളും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ബൈ.